2025 മകരം, കുംഭം, മീനമാസങ്ങളിൽ ജനിച്ച തൃക്കേട്ടക നക്ഷത്രക്കാർ. അപ്പോൾ നക്ഷത്രം തൃക്കേട്ടകയാണ്. ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി 3-നാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും കാലത്ത് എടുത്തിട്ട് ജാനുവരി 3-ന് എന്താണ് മലയാള മാസം എന്ന് നോക്കിയാൽ മതി. ഇനി മകരമാസത്തിലെ തൃക്കേട്ടക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവർക്ക് ജാനുവരി മാസം ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതായിട്ട് കാണുന്നുണ്ട്. വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസമാധാനക്കുറവ്, ടെൻഷൻ, വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിനൊന്നും അത്ര പറ്റിയതല്ല. ജാനുവരി മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ജാനുവരി മാസം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ തന്നെ നോക്കണം. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളും ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും. അപ്പം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മാർച്ച്, ഏപ്രിൽ, മെയ്. എന്നാൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനെല്ലാം കാണുന്നുണ്ട്. സഹോദരാദികൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിനൊന്നും അത്ര പറ്റിയ മാസമല്ല. അതേമാതിരി വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ഒരു മാസമല്ല ഈ മാസങ്ങൾ. ദാമ്പത്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പൊതുവായിട്ട് നല്ലതായിട്ട് കാണുന്നത്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് നല്ലത്. ജൂൺ മാസം സഹോദരാദികൾക്കും മാതാവിനും ഒന്നും അത്ര നല്ല മാസമല്ല. പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയതല്ല. കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ആരോഗ്യവും നല്ലതല്ല. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല ജൂൺ പൊതുവേ മോശമാണ്. ജൂലൈ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും. പക്ഷേ അവിടെയും കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. മാതാവിന്, സഹോദരാദികൾക്കൊന്നും അത്ര നല്ല സമയമല്ല. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ല മാസമല്ല ജൂലൈ. ഓഗസ്റ്റ് മാസവും മോശമായിട്ട് കാണുന്നു. കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യം അത്ര നല്ലതല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. മാതാവിനും, പിതാവിനും, മക്കൾക്കും, സഹോദരാദികൾക്കും ഒന്നും അത്ര നല്ല മാസമല്ല. വീട് നിർമ്മാണത്തിനൊന്നും പറ്റിയതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. ഉല്ലാസയാത്രകളൊന്നും പോകാൻ പറ്റിയതല്ല. യാത്രകളെ കൊണ്ടെല്ലാം പ്രയാസങ്ങളുണ്ടാകും. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. സെപ്റ്റംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസയാത്രകളെല്ലാം പോകാൻ, ദൂരയാത്രകൾക്ക് വളരെ നല്ലതാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷനെല്ലാം കിട്ടാം. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യം നല്ലതല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. മാതാവിനും, സഹോദരാദികൾക്കൊന്നും അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിനും അത്ര പറ്റിയതല്ല. ഒക്ടോബർ, നവംബർ മാസങ്ങൾ ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്.
സഹോദരങ്ങൾക്കൊന്നും സമയം അത്ര നല്ലതല്ല, മാതാവിനും സമയം അത്ര നല്ലതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുത, തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. നവംബർ മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും ഒന്നും പറ്റിയ മാസങ്ങളെല്ലാം. ഡിസംബർ മാസം പൊതുവേ മോശം മാസമാണ്. കേസ് വഴക്കിനൊന്നും പോകരുത്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതല്ല. സഹോദരൻ, മാതാവ്, ഗ്രാൻഡ് പാരൻസ് ഇവർക്കൊന്നും നല്ലതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനെല്ലാം സാധ്യതയുള്ളൊരു മാസമാണ്. ഇനി കുംഭമാസം ജനിച്ച തൃക്കേട്ട നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി മാസം പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ട് കണ്ടെത്തും. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്. പക്ഷേ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. ഫെബ്രുവരി മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ മാസമാണ്. മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. മാർച്ച്, ഏപ്രിലാണ് പറഞ്ഞത്. പക്ഷേ ഏപ്രിൽ മാസം കുറച്ച് മനസമാധാനക്കുറവും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. മെയ് മാസം കുടുംബപരമായ, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് കാണുന്നുണ്ട്. ജൂൺ, ജൂലൈ മാസങ്ങൾ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. പക്ഷേ മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് പ്രയാസങ്ങൾ. ജൂലൈ മാസം പൊതുവെ കേസ് വഴക്കിനൊന്നും പോകരുത്. അതുപോലെ തന്നെ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുതയും തടസ്സങ്ങളെല്ലാം ജൂലൈ മാസം കാണുന്നുണ്ട്. ഓഗസ്റ്റ് മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല. വീട് നിർമ്മാണത്തിനും തടസ്സങ്ങൾ കാണുന്നുണ്ട്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങൾ കുടുംബപരമായി, സാമ്പത്തികപരമായി എല്ലാം ഒരുമാതിരി ആവറേജ് പീരീഡാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസം തന്നെയാണ്. പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് ചെറിയ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. മാതാവിന് അത്ര നല്ല സമയമാണെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഒക്ടോബർ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. നവംബർ, ഡിസംബർ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ല മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ല മാസമാണ്. പക്ഷേ മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ. നവംബർ മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുള്ളൊരു മാസമാണ് നവംബർ മാസം. അതുപോലെ തന്നെ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം, തടസ്സങ്ങൾ, ശത്രുതയും എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കണം ഈ മാസങ്ങളിൽ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ. ഇനി മീനമാസത്തിൽ ജനിച്ചവരുടെ കാര്യം, തൃക്കേട്ട നക്ഷത്രം നോക്കാം. അവർക്ക്
ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തും. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിനൊന്നും പറ്റിയതല്ല. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം കുറച്ച് മോശമാണ്. മാതാവിനും ഗ്രാൻഡ് പാരൻസിനും ഒന്നും സമയം അത്ര നല്ലതല്ല. പക്ഷേ ജാനുവരി മാസം തൊഴിൽപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. മനസ്സമാധാനം, വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം ഉണ്ടായേക്കാം. മാർച്ച് മാസം ട്രാൻസ്ഫർ ഉണ്ടാകാനും ആരെങ്കിലും പറ്റിക്കാനും എല്ലാം സാധ്യതയുള്ള മാസമാണ്. ഏപ്രിൽ മാസം കുറച്ച് മനസ്സമാധാനക്കുറവും കാണുന്നുണ്ട്. മെയ് മാസം വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും സഹോദരാദികൾക്കൊന്നും അത്ര നല്ലതല്ല. പുതിയ കർമ്മമൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല. മെയ് മാസത്തിൻ്റെയാണ് പറഞ്ഞത്. ജൂൺ ജൂലൈ മാസങ്ങൾ. ജൂൺ മാസം പൊതുവെ വ്യക്തിപരമായ, ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് മാത്രമേ ഗുണമായിട്ട് കാണുന്നുള്ളൂ. മറ്റുള്ള നിലയിലൊന്നും വലിയ പ്രാധാന്യമില്ല. ജൂലൈ മാസം വ്യക്തിപരമായ, ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണെങ്കിലും കുറച്ച് മനസ്സമാധാനക്കുറവും ടെൻഷനും കാണുന്നുണ്ട്. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. പ്രതീക്ഷിക്കാതെ ശത്രുതകൾ ജൂലൈയിൽ. ഓഗസ്റ്റ് മാസം വ്യക്തിപരമായി കൊള്ളാം, ആരോഗ്യപരമായിട്ട് കൊള്ളാം. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഒക്ടോബർ മാസം വ്യക്തിപരമായ, ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിഷേധിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരം കിട്ടേണ്ട മണൽ എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണ്. നവംബർ മാസം വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയതാണ്. ദൂരയാത്രകൾക്ക് അവസരം, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, പെട്ടെന്നുള്ള അവിചാരിതമായ ചില ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ഡിസംബർ മാസം വ്യക്തിപരമായ, തൊഴിൽപരമായിട്ടാണ് നല്ലത്. വ്യക്തിപരമായിട്ട് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഡിസംബർ മാസം തൊഴിൽപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷനെല്ലാം കിട്ടാൻ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്.